സ്പെഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കാക്കനാട് സ്പെഷ്യൽ ജയിലിലാണ് അമീറുൽ ഇസ്ലാം ഇനി ഉണ്ടാവുക. ഇനി തെളിവെടുപ്പടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് പോലീസിന് പോകാനുള്ളത്. ബിനിൽ വിവരങ്ങളുമായി ചേർന്നു. ബിനിൽ, ആലുവ പോലീസ് ക്ലബ്ബിൽ കോടതി പരിസരത്തൊക്കെയും വലിയ തോതിൽ ജനാവലി ഉണ്ടായിരുന്നു. ഈ മണിക്കൂറുകൾ അത്രയും എത്രത്തോളം വലിയ സുരക്ഷാ സന്നാഹത്തിലാണ് പ്രതിയെ പോലീസ് കോടതിയിൽ എത്തിച്ചത്? ബിനിൽ. ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, പ്രോസിക്യൂഷൻ അഭിഭാഷകൻ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഹാഷ്മി, 4:45 കൂടിയാണ് ഈ ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ കോടതിയിൽ ഹാജരാക്കിയത്. ഏകദേശം 15 മിനിറ്റോളമാണ് കോടതി നടപടികൾ ഉണ്ടായത്. ഇതിനായി പ്രത്യേകം ഈ പ്രതിക്ക് ആസാമി ഭാഷ മാത്രമേ വശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനായി പ്രത്യേകം പരിഭാഷകനെയും ഏർപ്പെടുത്തിയിരുന്നു. പ്രതി ചെയ്ത കുറ്റകൃത്യം വളരെ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വേണം എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം ബാധിച്ചത്. എന്നാൽ പിന്നീട് കോടതി ഇയാളെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രതിയെയും വഹിച്ചുകൊണ്ട് പോലീസ് സംഘം കാക്കനാട് സബ് ജയിലിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ പുക്കാട്ടുപടി അടുത്ത് വരെ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയെ കൊണ്ടുപോകുന്ന വഴിയിലെല്ലാം തന്നെ കനത്ത സുരക്ഷയിലാണ് പ്രതിയെ ഇപ്പോഴും തിരികെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. വഴിയിലുടനീളം വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തും മറ്റും പ്രതിയും കൊണ്ടുപോലുള്ള വാഹന വ്യൂഹത്തിന് സഞ്ചരിക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയിലുടനീളം വൻ ഗതാഗതക്കുരുക്കാണ് പെരുമ്പാവൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 1/2 മണിക്കൂറിനകം തന്നെ പ്രതിയെയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് സംഘം അവിടെ കാക്കനാട് ജയിലിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പോലീസിന് മുന്നോട്ട് പോവാനുള്ളത് പ്രതിയെയും കൊണ്ടുള്ള തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലാണ്. അതിനായി വീണ്ടും കോടതിയെ സമീപിക്കും എന്നാണ്, കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി കോടതിയെ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയെ ഹാജരാക്കാൻ പോരുന്ന വഴിയിലുടനീളം വൻ ജനാവലിയാണ്, വൻ ജനക്കൂട്ടമാണ് കാത്തുനിന്നത്. കനത്ത മഴയും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ജനങ്ങളാണ് ആലുവ മുതൽ പെരുമ്പാവൂർ വരെയുള്ള റോഡിന്റെ ഇരുവശത്തും കാത്തുനിന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തിരികെ കാക്കനാട്ടേക്കുള്ള വഴിയിലും പ്രതിയെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിവരം അറിഞ്ഞ് വൻ ജനക്കൂട്ടം തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കുന്നതിനായി പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും നിയന്ത്രണം വിട്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വാഹനവ്യൂഹം ഏതാണ്ട് ആലുവ പെരുമ്പാവൂർ നഗരം വിട്ടുകഴിഞ്ഞു. 1/2 മണിക്കൂറിനകം തന്നെ അവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കനത്ത സുരക്ഷയിൽ തന്നെയാണ് പെരുമ്പാവൂർ CI അതുപോലെ തന്നെ അരൂർ CI മാരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയിലാണ് പ്രതിയെ കൊണ്ടുപോകുന്നത്. പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് പോലീസ് പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി മടങ്ങിയിരിക്കുന്നത്. പ്രതിയെ ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ടാണ് കോടതിയിലേക്ക് കൊണ്ടുവന്നതും ഇപ്പോൾ തിരികെ കൊണ്ടുപോകുന്നതും. പ്രത്യേകം കൊണ്ടുവന്ന പോലീസ് വാനിനകത്താണ് പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കി കൊണ്ടുപോയത്. വാനിൽ സീറ്റിലിരുത്താതെ പ്രതിയെ 2 സീറ്റുകൾക്ക് ഇടയിലുള്ള ഭാഗത്താണ് നിലത്ത് ഇരുത്തിയാണ് കൊണ്ടുപോയത്. ഉയരമുള്ള പോലീസുകാർ പ്രതിക്ക് ചുറ്റും കൂടി നിന്നിരുന്നു. ഇതിലൂടെ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പോലീസിന് ഉണ്ടായത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ കോടതിക്കകത്തേക്കും മറ്റാർക്കും പ്രവേശനം ഉണ്ടായില്ല. അടച്ചിട്ട മുറിയിൽ തന്നെയാണ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. ഹ്രസ്വമായ കോടതി നടപടികൾക്ക് ശേഷമാണ് പ്രതിയെ ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിനായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ അമീറുൽ ഇസ്ലാമിനെ കാക്കനാട് ജയിലിലേക്ക് എത്തിക്കും. ഇനിയുള്ള ദിവസങ്ങൾ 14 ദിവസങ്ങൾ കാക്കനാട് ജില്ലയിലായിരിക്കും പ്രതി ഉണ്ടാവുക. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി പോലീസ് തീർച്ചയായും കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും കൊലപാതകം നടന്ന പെരുമ്പാവൂരിലെ ജിഷയുടെ വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പും മറ്റ് കാര്യങ്ങളും ഉണ്ടാവുക. ഇതുകൂടാതെ പ്രതിയെ തിരിച്ചറിയൽ പരേഡും ഈ കേസിന്റെ ഭാഗമായി നടക്കുമെന്നാണ് രാവിലെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചത്. അതുകൊണ്ടാണ് കേസിനെ കുറിച്ചുള്ള കാര്യമായ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിടാത്തതെന്നും ലോക്നാഥ് ബെഹ്റ നേരത്തെ മാധ്യമങ്ങളോട് തിരിച്ചറിയൽ പരേഡ് നിർണായകമായ നടപടിയിലേക്കാണ് പോലീസിന് ഇനി